ദ ഹിന്ദു ദിനപത്രത്തിൽ നിന്നും അഭിമുഖം നൽകാൻ PR ഏജൻസി ഏർപ്പാടാക്കിയത് ആരാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട്. PR ഏജൻസിക്കെതിരെ ദേശദ്രോഹത്തിന് അങ്ങനെയെങ്കിലും കേസെടുക്കണമെന്നും കെ മുരളീധരൻ 24-നോട്. ആരാണ് ഈ PR ഏജൻസിനെ ഏർപ്പാട് ചെയ്തവരാ? PR ഏജൻസിക്ക് ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള ഏജൻസിയാണോ അതോ മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് ഏർപ്പാട് ചെയ്ത PR ഏജൻസിയാണോ? അങ്ങനെയാണെങ്കിൽ ആ ഏജൻസിക്കെതിരെ ദേശദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം. അങ്ങനെ PR ഏജൻസിയെ ഏർപ്പാട് ചെയ്തതിന് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ കോഴിക്കോട് പ്രസംഗം ഞാൻ കേട്ടു. ഒരിടത്ത് പോലും PR ഏജൻസിയെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ കൊടുത്തൊരു വാർത്തയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കടന്നുകൂടിയത് പത്രം തിരുത്തിയതാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ PR ഏജൻസിയെക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, എന്തൊക്കെയാണ് കെ മുരളീധരൻ പറയുന്നത്? SKN മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയെങ്കിലും കോൺഗ്രസ് വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. കാരണം ഈ മുഖ്യമന്ത്രി PR ഏജൻസിയുടെ മേലിൽ കുറ്റം ചുമത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന നിലപാടാണ് നിലവിൽ കോൺഗ്രസിനുള്ളത്. ആരാണ് ഈ PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നതാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്ന കാര്യം. ഈ PR ഏജൻസിയുടെ മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരാണ് ചുമതലപ്പെടുത്തിയത്, PR ഏജൻസി എങ്ങനെ അവിടെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം തുടരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇന്ന് കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ ഒന്നും തന്നെ PR ഏജൻസിയെക്കുറിച്ച് മുഖ്യമന്ത്രി കൃത്യമായൊരു വിശദീകരണം നൽകുന്നില്ല. ഈ PR ഏജൻസി ആര് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം വിശദീകരിക്കണമെന്നുമാണ് പ്രധാനമായും അറിയിക്കുന്ന കാര്യം. PR ഏജൻസി ഇത്തരത്തിൽ ചില കണ്ടന്റുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ അവർക്കെതിരെ ദേശദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം എന്നതാണ് കെ മുരളീധരൻ പറയുന്ന കാര്യം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടി സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ തരത്തിലൊരു പ്രതിഷേധം ഉൾപ്പെടെ സർക്കാരിനെതിരെ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്ന് കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഈ ഹവാല പണം ഒപ്പം സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ചു. കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഇത് പറഞ്ഞത്. ഇതൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം മലപ്പുറത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് തന്നെ എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെതിരെ കൃത്യമായൊരു നിലപാട് കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.